ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് മഞ്ഞൾ, ഇതിനിടയ്ക്ക് മഞ്ഞൾ നട്ടതാണ്. ഇതിപ്പോൾ ഒരു വടി ഉയരം വന്നു. അതേപോലെ അതിന് നമുക്ക് കുറച്ച് വളവും കുറച്ച് തോലും എല്ലാം ഇട്ട് കൊടുക്കാമല്ലോ. അതിലിപ്പോൾ എന്തെല്ലാം കൊടുക്കുന്നത് വെച്ചാൽ ആട്ടും വളം കുറച്ച് കൊടുക്കുക, കുറേശ്ശെ ആട്ടും വളം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആട്ടും വളം ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ ഈ തോല്, സീമക്കൊന്നേൻ്റെ തോലും ഉപ്പിലെ ചപ്പിൻ്റെ തോലും ഉണ്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ട്. അത് രണ്ടും ഉണ്ട്, രണ്ടും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. ഇത് ഒരുപാട് താണിനി, അപ്പോൾ ഇതിന് തോല് പാട് വേണം. ഇതാദ്യം ഇന്നലെ ഇതിനിടയ്ക്കേ നട്ടതാണ്, ഇപ്പം നട്ടതല്ല. അതുകൊണ്ട് ഇതൊന്ന് നമുക്ക് വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഈ പോട്ടി മിശ്രിതവും ഉണ്ട്, പോട്ടി മിശ്രിതവും കൂടി ഇട്ട് കൊടുക്കണം. ഇതും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഒരു മഞ്ഞളായിട്ട് കൃഷി ചെയ്ത് നല്ലൊരു ഉഷാറായിട്ടുള്ള മഞ്ഞളായിട്ട് തന്നെ നമുക്ക് നട്ട് എടുക്കാൻ കഴിയും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല മഞ്ഞൾ കാണാൻ നട്ടിട്ട് ഉഷാറിലുണ്ട്. തൈ നല്ല ഉഷാറോടെ വന്നിട്ടില്ലേ. അതാണ് ഞാൻ ആദ്യം നടുന്നതിൻ്റെ ആ ഒരു പവറാണത്. എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നത് എല്ലാം കൃത്യമായിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാനും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് നല്ലപോലെ വിളവുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്, മറ്റൊന്നല്ല. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ കണ്ടല്ലോ, ഇത് കണ്ടില്ലേ. ഇതിപ്പം ഞാൻ ഇതിലിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ സീമക്കൊന്നേൻ്റെ ചപ്പ ഇടുന്നത്. ഈ സീമക്കൊന്നേൻ്റെ ചപ്പ് പിന്നെ വല്ല ഉപ്പിലെ ചപ്പോ സീമക്കൊന്ന, ഈ ചപ്പ് ഉപ്പിലെ ചപ്പ് ഇടാം ആദ്യം, എന്നിട്ട് സീമക്കൊന്ന ഇടാം. ഈ ഉപ്പിലെ ചപ്പ് ആദ്യം, ഈ ഉപ്പിലെ ചപ്പെല്ലാം നല്ല വളം. അതിൻ്റെ കറയുണ്ട്, ആ കറ ഇതിന് എല്ലാവരും നല്ലതാ. ആ കറ വരും, ഇത് നീല കളറായിട്ട് കറ വരും. നമ്മളിപ്പോൾ കൈക്ക് തൊട്ടാൽ തന്നെ ഈ നീല കളറായിട്ട് അതിങ്ങ് വരും. അത് നല്ല കറയാണ്, അതാണ് അതിൻ്റെ വളം. ശരിക്കുള്ള വളവും മരുന്നും കൂടിയാണത്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെയെല്ലാം തന്നെ ചെയ്യുന്നത്. ഒന്നും കളയാതെ ഉണ്ട് എല്ലാ കാര്യവും എല്ലാത്തിനും ചെലവഴിച്ച് നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരുന്നതും നിങ്ങൾ അതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്കും നല്ല ഗുണമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്, മറ്റൊന്നല്ല. അതുകൊണ്ട് എല്ലാ കാര്യവും എന്തും ചെയ്യുന്നതും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് വേണ്ട, ഇത് ഇവിടെ ഉള്ളത് കണ്ടില്ലേ. ഇതേപോലെ ഞാനിപ്പോൾ ഇതിവിടെ നട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ നട്ടല്ലോ. ഇനിയിപ്പം സീമക്കൊന്നയും കൂടി ഇടണം, ഉപ്പില ചപ്പ് ഇടണം. ഈ അഞ്ചെട്ടെണ്ണം ഉണ്ട്. ഇത് കുറേ ഉണ്ട്, മഞ്ഞൾ കുറേ ഉണ്ട്, ഇങ്ങോട്ട് നടാൻ ഒരുപാടുണ്ട്, നടാനുണ്ട്. ഇങ്ങോട്ട് വിത്തുണ്ട്. അത് പറമ്പത്ത് നടാൻ ശരിയാ വെക്കുന്നു. അപ്പോൾ അത് പറമ്പ് വൃത്തിയായില്ല, അതുകൊണ്ട് പറമ്പത്ത് നടാൻ പറ്റുമോ എന്ന് എനിക്കെല്ലാം പറയാനില്ല. ആയം കാട്ടില്ലെങ്കിൽ പോട്ടെ, അങ്ങനെ കണക്കാക്കുക. നിൽക്കെല്ലാം അങ്ങനെ അങ്ങ് പോട്ടെ. വരുന്നതിന് നമുക്ക് നോക്കിയിട്ട് നടുവോ എന്തെങ്കിലും ചെയ്യാം. മഴ വരുന്നതിനിടയ്ക്ക് എല്ലാം നട്ട് ശരിയാക്കി വെക്കണം. ആദ്യം തന്നെ പൊടിക്കണം. മഴ പെയ്യുന്നതിനിടയ്ക്ക് ഇത് മുളച്ച് വരണം. ആദ്യത്തെ ഒരു മഴ പെയ്ത് രണ്ടാമത് മഴ കൂടുന്നതിനിടയ്ക്ക്, വർഷം കൂടുന്നതിനിടയ്ക്ക് പുതുമഴ പെയ്തപാട് നട്ടു കൊടുക്കണം. അത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്യാൻ നമ്മളേക്ക് ഇതിന് മഴ കൊള്ളാനുള്ള ശേഷി ഉണ്ടാവും. അന്നേരം ഇത് നല്ല ഉഷാറായിട്ട് വന്നോളും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് മഴ പെയ്യുമ്പോൾ അത് പേക്കാൽ ചുവാ, അതിന് ശക്തി ഉണ്ടാവില്ല, അതിൻ്റെ മുളക്കൊന്നും ശക്തി ഉണ്ടാവില്ല. അപ്പോൾ എന്നാ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ അന്നേരം അത് നന്നാവില്ല. ഇതിന് ശക്തി കിട്ടൂല, കിഴങ്ങിന് പ്രശ്നം വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്ത് നടുന്നത് മഴ പെയ്യുന്നതിനിടയ്ക്ക് തന്നെ നട്ട്, ആദ്യത്തെ മഴ കഴിഞ്ഞ ഉടനെ വൃത്തിയാക്കി നട്ട് കൊടുക്കണം. പിന്നത്തെ മഴ വരുമ്പോഴേക്ക് തന്നെ നട്ട് മുളക്കാനുള്ള ആ ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അന്നേരം അവർ നല്ല പോലെ നന്നായിക്കോളും. പിന്നത്തെ മഴയാകുമ്പോഴേക്ക് തന്നെ അവർ ഉഷാറായിട്ട് പാഞ്ഞും വരും. അപ്പോൾ നമുക്കും അതൊരു കാണാനൊരു രസം, എല്ലാം നമുക്കും അത് നല്ലൊരു കാര്യം തന്നെ. അതുകൊണ്ട് ഇതിപ്പം കണ്ടല്ലോ, ഇതിപ്പം കണ്ടില്ലേ, ഇതാ
ഇനിയിപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ പോട്ടി മിക്സ് ചെയ്താണ് ഇനി ഇടുന്നത് കണ്ട. ഈ പോട്ടി മിക്സ് ചെയ്താണ് ഇനി ഇടേണ്ടത് കണ്ട. ഇത് വാരിയിട്ട് ഇനി അതും ചുറ്റും ഇട്ട് കൊടുക്കട്ടെ. ഇതാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇനി നല്ല ഉഷാറായിട്ട് വന്നോളൂ. ഇത് മുങ്ങണമെന്നില്ല. ഇത് ഈ തോല് നമ്മൾ ഇട്ടാലും മുക്കണം എന്നില്ല. ഇത് പോട്ടി മിശ്രിതം മുക്കണം എന്നില്ല. ഇതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് മുങ്ങിയിട്ട് പുല്ല് കടന്ന് വരാനില്ലല്ലോ, മുളച്ച് വരില്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മേലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി പിന്നെ നമ്മൾക്ക് അതിന് ഒരിക്കലും കൂടി പണിയെടുത്ത് കൊടുക്കണം. ആ സമയത്ത് നല്ലപോലെ വൃത്തിയായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. അന്നേരം ഇനി ഇത് 3-4 ദിവസം കഴിയുമ്പോൾ ഈ ചപ്പങ്ങ് താഴോട്ട് പോകുമ്പോൾ ഇതങ്ങ് ഉഷാറായിക്കോളും. ഇല്ലേ, ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഉണ്ടല്ലേ, ഇതും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പം ഒന്നും വേണ്ട. വേണ്ട, പോരെ, ആയില്ലേ, ഇത്ര മതി. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇപ്പം ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തല്ലോ. ഇനിയിപ്പോൾ ഒന്ന് വേണ്ട വെച്ചാൽ ഇനി ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുക്കും പോലെ നമ്മളിപ്പോൾ പുറത്ത് നട്ടാൽ മണ്ണിട്ട് കൊടുക്കണം, കുറച്ച് വലുതായിട്ടാകുമ്പം. അതേപോലെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പിന്നത്രേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയിട്ട് വരുന്നതിന് നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. സബ് ചെയ്യാത്തൊരു സബ് തരുക.